ഹായ് ഫ്രണ്ട്സ്, സുബുജ് പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിലെ ബുക്ക് മാർക്കിനെ കുറിച്ചാണ്. എന്താണ് ബുക്ക് മാർക്ക്? ബുക്ക് മാർക്കിനെ കുറിച്ച് ഒരുപാടൊക്കെ നമ്മൾ സെർച്ച് ചെയ്യാറുണ്ടെങ്കിലും കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കാറില്ല. ഒരുപാട് ട്യൂട്ടോറിയൽസ് ഒക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ? അപ്പോൾ ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെന്റിലെ ഒരു സ്പെസിഫിക് ലൊക്കേഷൻ അല്ലെങ്കിൽ ഡോക്യുമെന്റിനുള്ളിലെ ഒരു പ്രത്യേക ടെക്സ്റ്റ് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ടെക്സ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് കിടക്കുന്ന ഭാഗത്തേക്ക് ചാടി പോകാനായിട്ട് സാധിക്കണം. അപ്പോൾ അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു ഡോക്യുമെന്റ് കാണാൻ സാധിക്കും. ഇവിടെ കുറെ ലിസ്റ്റുകളുണ്ട്. ക്ലിക്ക് ബോർഡ്, സ്ലൈഡ്സ്, ഫോണ്ട്, പാരാഗ്രാഫ് എന്നൊക്കെ പറയുന്ന കുറെ സബ്ജക്റ്റുകളെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്കിപ്പോൾ പാരാഗ്രാഫിന്റെ ഡെഫിനിഷൻ കിടക്കുന്ന ഭാഗത്തേക്ക് പെട്ടെന്ന് ചാടി പോകാനായിട്ട് സാധിക്കണം. അതിനായിട്ട് ഞാനത് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കും. ബുക്ക് മാർക്ക് ചെയ്ത് വെക്കുവാനായി ഞാൻ ആദ്യം പാരാഗ്രാഫ് കിടക്കുന്ന ഭാഗത്തേക്ക് പോകും. 4-മത്തെ പോയിന്റ് ആയിട്ടാണ് ഇവിടെ പാരാഗ്രാഫ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെയാണ് പാരാഗ്രാഫ് കിടക്കുന്നത്. സോ ഞാൻ ഈ പാരാഗ്രാഫ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലിന്റെ അവിടെ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് കേഴ്സർ അവിടെ കൊണ്ട് വെച്ചതിന് ശേഷം നമുക്ക് നേരെ ഇൻസേർട്ട് ടാബിലേക്ക് പോകണം. ഇൻസേർട്ട് ടാബിൽ ലിങ്ക്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കാണാൻ സാധിക്കും. അവിടെ ബുക്ക് മാർക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ ഒരു ഓപ്ഷനിൽ അല്ലെങ്കിൽ കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ബുക്ക് മാർക്ക് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ബുക്ക് മാർക്കിന്റെ പേര് കൊടുക്കുക. ഞാൻ ഇവിടെ പാരാഗ്രാഫ് എന്ന ഷോർട്ട് ഫോമിൽ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബുക്ക് മാർക്കിന്റെ പേര് കൊടുക്കുമ്പോൾ അവിടെ സ്പേസ് ഒന്നും പാടില്ല. സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ആവില്ല. ദെൻ ആഡ് കൊടുക്കുക. ഇവിടെ ഞാനൊരു ബുക്ക് മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. എന്റെ കേഴ്സർ ലൈൻ ഇവിടെ കൊണ്ട് വെച്ചതിന് ശേഷമാണ് ഞാൻ ബുക്ക് മാർക്ക് ആഡ് ചെയ്തത്. ഇനി നമ്മുടെ ഡോക്യുമെന്റിലെ മറ്റൊരു ഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ ബുക്ക് മാർക്ക് ചെയ്ത പാരാഗ്രാഫ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് എനിക്ക് ചാടി പോകണമെന്നുണ്ടെങ്കിൽ നേരെ ഇൻസേർട്ട് ടാബിൽ തന്നെ ലിങ്ക്സിനകത്ത് ബുക്ക് മാർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ബുക്ക് മാർക്ക് ഡയലോഗ് ബോക്സ് വരും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ബുക്ക് മാർക്കിന്റെ പേര് നമുക്ക് ഇവിടെ ലിസ്റ്റിനകത്ത് കാണാൻ സാധിക്കും. ജസ്റ്റ് ആ ഒരു ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന ഗോ ടു എന്ന് പറയുന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടു, പാരാഗ്രാഫ് ഗ്രൂപ്പിന്റെ ആ ഒരു ഡെഫിനിഷൻ കിടക്കുന്ന ഭാഗത്തേക്ക് ചാടി പോകാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള എത്ര ബുക്ക് മാർക്ക് വേണമെങ്കിലും ഈ ഒരു ലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മുടെ ഡോക്യുമെന്റിലെ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ കിടക്കുന്ന ടെക്സ്റ്റിലേക്ക് പെട്ടെന്ന് തന്നെ റിട്ടേൺ ചെയ്യുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജമ്പ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബുക്ക് മാർക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ബുക്ക് മാർക്ക് എന്താണ് എന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ കൂടുതൽ ബുക്ക് മാർക്ക് ഈ ഒരു സെയിം ലിസ്റ്റിനകത്ത് തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഏത് ലൊക്കേഷനിലേക്കാണോ നിങ്ങൾക്ക് ബുക്ക് മാർക്ക് ചെയ്യേണ്ടത് ആ ഒരു ലൊക്കേഷനിൽ ആദ്യം നിങ്ങളുടെ മൗസ് കേഴ്സർ കൊണ്ടുവെക്കുക. വെച്ചതിന് ശേഷം ആവശ്യമായിട്ടുള്ള ബുക്ക് മാർക്ക് നെയിം കൊടുക്കുക, ആഡ് ചെയ്യുക കേട്ടോ. സോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇത് നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു വെരി മച്ച്.